ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കടച്ചക്ക മെഴുക്കുവരട്ടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കടച്ചക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണ്. അതുപോലെ ഒട്ടും വിഷമില്ലാത്ത ഒന്നാണ് കടച്ചക്ക. മറ്റുള്ള എന്ത് വെജിറ്റബിൾസ് നമ്മൾ മേടിച്ചാലും അതിനകത്തൊക്കെ കുറേ വിഷം അടിച്ചിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇതിനകത്ത് അങ്ങനെ വിഷം അടിച്ചൊന്നും ഇന്ന് വരെ കേട്ടിട്ടില്ല. അതുപോലെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം. ഈ കടച്ചക്ക പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു സൈഡ് ഡിഷായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കടച്ചക്കയ്ക്ക് ചെറിയൊരു പശയുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തൂക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഇത് പറ്റിപ്പിടിക്കില്ല. അതുപോലെ ഇത് അരിഞ്ഞു കഴിയുമ്പോൾ നേരെ വെള്ളത്തിലേക്ക് വേണം ഇടാനായിട്ട്. ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ചുമന്ന കളറായിട്ട് മാറും. അപ്പോൾ അത് അരിഞ്ഞ് നേരെ വെള്ളത്തിലിട്ട് ഇടുകയാണ്. ഇതെല്ലാം ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ കഴുകിയെടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് 6 ഉണക്കമുളക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 12 ചുള ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഉണക്കമുളകിൻ്റെ കൂട്ടത്തിൽ ഈ ഉള്ളി ഇട്ട് ചതച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഉണക്കമുളക് സെപ്പറേറ്റ് തന്നെ ഇട്ട് ചതച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കടച്ചക്ക നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചതച്ചെടുത്ത ഉള്ളി ചുവന്നുള്ളിയും മിക്സ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടാം. ഈ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. കറിവേപ്പിലയൊക്കെ കൂടുതൽ ഇടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. ഉള്ളിയും കറിവേപ്പിലയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. ഇനി ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഈ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് ആ വേവിച്ച് വെച്ച കടച്ചക്ക കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കടച്ചക്ക ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. കടച്ചക്ക ശരിക്കും വെന്ത് കുറച്ചൊന്ന് ഉടഞ്ഞിരിക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട അന്നേരം വേവിച്ചെടുക്കാനായിട്ട്. അതുപോലെ ഇതൊരു നാടൻ ഡിഷായതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഈ കടച്ചക്ക കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.